നമസ്കാരം. ട്രെയിനിൽ ദൂരയാത്രകൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരാശങ്കയാണ് ഭക്ഷണം. പലപ്പോഴും നമുക്കിഷ്ടമല്ലാത്ത, ചിലപ്പോൾ വൃത്തിയില്ലാത്ത നമുക്ക് ഭക്ഷണമായിരിക്കും ലഭിക്കുക. ഭക്ഷണം ഉൾപ്പെടുന്ന പ്രീമിയം ട്രെയിനുകളിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നവ ഒരു പക്ഷേ ഇഷ്ടമാകണമെന്നുമില്ല. ചിലപ്പോൾ ആ പ്രദേശത്ത് സ്ഥിരം ലഭിച്ചു വരുന്ന ഭക്ഷണം പോലും ആകണമെന്നും ഇല്ല. ഇതിനൊരു പരിഹാരവുമായാണ് ഇപ്പോൾ റെയിൽവേ എത്തുന്നത്. ട്രെയിനുകളിൽ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ DMK അംഗം സുമതി തമിഴച്ചി തങ്കപാണ്ഡ്യൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു റെയിൽവേ മന്ത്രി. ഈ തീരുമാനം നടപ്പാക്കുന്നതോടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അതാത് സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങൾ ട്രെയിനിൽ നിന്നും ലഭ്യമാകും. തമിഴ്നാട്ടിലൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ തമിഴ് വിഭവങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് സുമതി തമിഴച്ചി തങ്കപാണ്ഡ്യൻ ഉന്നയിച്ചത്. ഇതിനു മറുപടിയായാണ് റെയിൽവേ മന്ത്രി പ്രാദേശിക വിഭവങ്ങൾ ട്രെയിനുകളിൽ ലഭ്യമാക്കുമെന്ന് മറുപടി പറഞ്ഞത്. ഇത് രാജ്യത്തെമ്പാടും നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ ട്രെയിനുകളിലേക്ക് പ്രാദേശിക ഭക്ഷണങ്ങൾ എത്തിക്കും. രാജ്യത്തെമ്പാടും ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും ട്രെയിൻ ഏതു പ്രദേശത്ത് കൂടിയാണോ കടന്നു പോകുന്നത് ആ പ്രദേശത്തെ ഭക്ഷണ വിഭവങ്ങൾ തന്നെയാകും ഉൾപ്പെടുത്തുക എന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തിലേക്ക് അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മുതൽ ബംഗളൂരു SMB ടെർമിനൽ വരെയാണ് ട്രെയിൻ സർവീസ് നടത്തുക. ട്രെയിൻ മുഴുവൻ AC കമ്പാർട്ട്മെന്റുകളുമാണ്. ഏപ്രിൽ 4 മുതൽ മെയ് 5 വരെയാണ് സർവീസ്. എല്ലാ വെള്ളിയാഴ്ചകളിലും SMB ടെർമിനൽ നിന്ന് രാത്രി 10 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ തിരുവനന്തപുരം നോർത്തിൽ എത്തും. മടക്കയാത്രയ്ക്കായി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15 നോർത്തിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം കാലത്ത് 7:30 ബംഗളൂരുവിലും എത്തും.